നമസ്കാരം ഫ്രണ്ട്സ്, റീഷാർട്ട് പി എച്ചിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് 10th ലെവൽ മെയിൻ എക്സാമിനേഷന് വേണ്ട സിലബസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സിലബസ് അറിഞ്ഞ് പഠിക്കുക എന്നുള്ളത് ഏതൊരു പരീക്ഷയെ സംബന്ധിച്ചും വളരെ മുഖ്യമായിട്ടുള്ളൊരു കാര്യമാണ്. 10th ലെവൽ മെയിൻ എക്സാമിനേഷൻസ് വരുന്നത് അറ്റൻഡർ ഗ്രേഡ് 2, അറ്റൻഡർ സെയിൽസ്മാൻ ഗ്രേഡ് 2, സെയിൽസ് വുമൺ ഗ്രേഡ് 2 പാർട്ട് 1 ജനറൽ കാറ്റഗറി, ദെൻ സ്റ്റോർ കീപ്പർ തുടങ്ങിയ കാറ്റഗറീസിലോട്ടാണ് നമ്മുടെ മെയിൻസ് എക്സാമിനേഷൻ വരുന്നത്. അപ്പോൾ മെയിൻസ് എക്സാമിനേഷൻ പ്രിലിംസ് പോലെ ആയിരിക്കില്ല, കുറച്ചുകൂടി ടഫായിരിക്കും. അപ്പോൾ സിലബസ് അറിഞ്ഞ് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ ഓരോ മാർക്കും നമുക്ക് ഏത് മേഖലയിൽ നിന്നാണ് വരുന്നതെന്നും ഏത് മേഖലയിലാണ് നമ്മൾ വീക്ക് എന്നുമൊക്കെ തിരിച്ചറിഞ്ഞിട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഭാഗങ്ങൾ ഏതാണെന്ന് എന്നൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു ഭാഗമാണ് സിലബസ്. അപ്പോൾ ഈ സിലബസ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ എക്സാം വരുന്നത് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലാവാനാണ് കൂടുതൽ സാധ്യത. അപ്പോൾ നമുക്ക് ഒരു 5-6 മാസങ്ങളാണ് ഇനി മുന്നിലുള്ളത്. ആ മാസങ്ങളിൽ വൃത്തിയായിട്ടുള്ള പ്രിപ്പറേഷൻ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ കയറി കിട്ടാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ സിലബസ് ഒന്ന് നോക്കാം. ഇതിൽ പൊതുവിജ്ഞാന ഭാഗത്തിൽ നിന്നും ചരിത്രത്തിൽ 5 മാർക്കും, ഭൂമിശാസ്ത്രത്തിൽ 5 മാർക്ക്, ധനതത്വശാസ്ത്രം എക്കണോമിക്സിൽ നിന്ന് 5 മാർക്ക്, ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് 5 മാർക്ക്, കേരളം ഭരണ സംവിധാനം എന്ന ഭാഗത്തിൽ നിന്നും 5 മാർക്കും, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 6 മാർക്ക്, ഭൗതികശാസ്ത്രം 3 മാർക്ക്, രസതന്ത്രം 3 മാർക്ക്, കല, കായികം, സാഹിത്യം, സംസ്കാരം തുടങ്ങിയ ഭാഗത്തിൽ നിന്നും 5 മാർക്കും, കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരത്തിൽ നിന്നും 3 മാർക്ക്, സുപ്രധാന നിയമങ്ങൾ 5 മാർക്ക്, ആനുകാലിക വിഷയങ്ങൾ 20 മാർക്ക്. കറണ്ട് അഫെയറിൽ നിന്ന് 20 മാർക്കാണ് മെയിൻസ് എക്സാമിന് ചോദ്യം വരുന്നത്. ദെൻ ലഘുഗണിതം, മാനസിക ശേഷി, നിരീക്ഷണ പാഠവ പരിശോധന, അതായത് മാത്സും മെൻ്റൽ എബിലിറ്റി, റീസണിങ് തുടങ്ങിയ ഭാഗത്തിൽ നിന്ന് 10 മാർക്കും, ജനറൽ ഇംഗ്ലീഷിൽ നിന്ന് 10 മാർക്ക്, പ്രാദേശിക ഭാഷകൾ അതായത് മലയാളത്തിൽ നിന്ന് 10 മാർക്ക്. അപ്പോൾ പൊതുവിജ്ഞാനം പറഞ്ഞ പൊതുവിജ്ഞാനം, ആനുകാലിക വിഷയങ്ങൾ, ലഘുഗണിതം, മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും, ജനറൽ ഇംഗ്ലീഷ്, പ്രാദേശിക ഭാഷകൾ എന്നീ 5 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പൊതുവിജ്ഞാനത്തിൽ ചരിത്രം, ഭൂമിശാസ്ത്രം, ധനതത്വശാസ്ത്രം, ഇന്ത്യൻ ഭരണഘടന, കേരളം ഭരണവും ഭരണ സംവിധാനവും, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും, ഭൗതികശാസ്ത്രം, രസതന്ത്രം, കലാ, കായികം, സാഹിത്യം, കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ, സുപ്രധാന നിയമങ്ങൾ തുടങ്ങിയ 11 ഭാഗവും പൊതുവിജ്ഞാനത്തിൽ വരുന്നുണ്ട്. അപ്പോൾ 50 മാർക്ക് മറ്റ് 4 വിഷയങ്ങളിൽ നിന്നും 50 മാർക്ക് പൊതുവിജ്ഞാനം GK ടോപ്പിക്കിൽ നിന്നുമാണുള്ളത്. അതിൽ തന്നെ ചരിത്രത്തിൽ കേരളം, ഇന്ത്യ, ലോകം, കേരളത്തിലെ യൂറോപ്യന്മാരുടെ വരവ് മുതൽ നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ഐക്യ പ്രസ്ഥാനം, മത സാമുദായിക പ്രസ്ഥാനങ്ങൾ തുടങ്ങിയ ഭാഗത്തിൽ നിന്നും, ഇന്ത്യയിലെ രാഷ്ട്രീയ ചരിത്രം, ബ്രിട്ടീഷ് ആധിപത്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരം, സ്വദേശി പ്രസ്ഥാനം, കോൺഗ്രസിൻ്റെ രൂപീകരണം തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും, മഹാത്മാഗാന്ധിയുടെ സമര കാലഘട്ടവും തുടങ്ങിയ ടോപ്പിക്കുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഹിസ്റ്ററിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ലോക ഹിസ്റ്ററിയിൽ നിന്ന്, വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നും, ഇന്ത്യയിലെ മഹത്തായ വിപ്ലവം, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, ഗ്രേറ്റ് റവല്യൂഷൻ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, രണ്ടാം ലോക മഹായുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രം, ഐക്യരാഷ്ട്ര സംഘടന, മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ തുടങ്ങിയ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ കാണാറുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു വിപ്ലവവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം സ്ഥിരം കണ്ടുവരാറുണ്ട് ഇപ്പോൾ. ദെൻ ഭൂമിശാസ്ത്ര വിഷയത്തിൽ നിന്ന് ഇന്ത്യ, കേരളം തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നുള്ള ഭൂപ്രകൃതി, സംസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ ജില്ലകൾ, അവരുടെ സവിശേഷതകൾ, പർവ്വത മേഖലകൾ, നദികൾ, റോഡ്, ജല, റെയിൽ, വ്യോമഗതാഗതം തുടങ്ങിയ ഭാഗങ്ങൾ. ദെൻ അടിസ്ഥാന ജിയോഗ്രഫിയിൽ നിന്നും ഭൂമിയുടെ ഘടന, പാറകൾ, ഭൗമോപരിതലം, കാറ്റ്, ആഗോളതാപനം, ഋതുക്കളും താപനിലയും തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ധനതത്വശാസ്ത്രത്തിൽ നിന്ന് 5 മാർക്കാണ്. ഇന്ത്യ, സാമ്പത്തിക രംഗം, പഞ്ചവത്സര പദ്ധതികൾ, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, വളരെ പ്രധാനപ്പെട്ട 2 ടോപ്പിക്കാണ്. പഞ്ചവത്സര പദ്ധതികൾ, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, ഈ 3 എണ്ണം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നവസാമ്പത്തിക പരിഷ്കരണങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം തുടങ്ങിയ ഭാഗവും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ കേരളവും ഭരണ സംവിധാനവും എന്ന ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങളും 5 മാർക്കിന് പ്രതീക്ഷിക്കാം. അവിടെ പ്രധാനമായിട്ടും സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളൊക്കെയാവും കൂടുതലായിട്ടും ചോദിക്കാൻ സാധ്യത. ദെൻ ജീവശാസ്ത്രവും പൊതു ആരോഗ്യവും, അവിടെ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും, സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും തുടങ്ങിയ ഭാഗത്തു നിന്നും. നമുക്ക് മൊത്തത്തിൽ ഇത് നോക്കുന്ന സമയത്ത് ദെൻ ഭൗതികശാസ്ത്രം 3 മാർക്ക്, രസതന്ത്രം 3 മാർക്ക്, കായികം 3 മാർക്ക്, ദെൻ
സുപ്രധാന നിയമങ്ങൾ 5 മാർക്ക്. സുപ്രധാന നിയമങ്ങളിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ് ആൻഡ് റൈറ്റ് ഓഫ് കൺസ്യൂമേഴ്സ് ആക്ട്, ലോ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് വൾണറബിൾ സെക്ഷൻസ്, ദെൻ പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡിംഗ് ഓഫ് വുമൺ, പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡ് ഓഫ് ചിൽഡ്രൻ, അതായത് പോക്സോ ആക്ട്, ദെൻ ദ പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. നമുക്ക് മൊത്തത്തിൽ ഈ സിലബസ് നോക്കുന്ന സമയത്ത് സിലബസിലുള്ള വിഷയങ്ങൾ മുൻ വർഷത്തിൽ തന്നിട്ടുള്ള അതേ വിഷയങ്ങളാണ്, പക്ഷേ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെറിയ വ്യത്യാസം കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. സിലബസ് അനുസരിച്ച് തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. ഈ സിലബസ് അനുസരിച്ച് പഠിച്ചു പോകുമ്പോഴേ നമുക്ക് ഏത് ഭാഗമാണ് നമ്മളുടെ കയ്യിലുള്ളതെന്നും ഇനി ഏതെല്ലാം കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് പഠിച്ചു തുടങ്ങാം. ഈ കൊല്ലം തന്നെ നമുക്ക് ഒരു ഗവൺമെൻറ് ജോലിയിലോട്ട് കയറി പറ്റാൻ സാധിക്കട്ടെ. അതിന് നമ്മുടെ ക്ലാസ്സുകളോടി നിങ്ങളെ സഹായിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായിട്ട് വരാം. താങ്ക് യു.